ഹായ് ഹലോ, എല്ലാവർക്കും ഏഞ്ചൽ ക്രിയേഷനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പച്ചക്ക തോരനാണ്. വളരെ എളുപ്പത്തിലും ടേസ്റ്റിയിലും ഹെൽത്തിയിലും തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു പച്ചക്ക തോരനാണ്. അപ്പോൾ അതെങ്ങനെയാണ് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് നമുക്കൊരു കടായി അടുപ്പത്ത് ചൂടാൻ വയ്ക്കാം. കടായി ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. അങ്ങനെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് സവാള ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടിയും അതിലേക്ക് ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് 1 കപ്പ് പച്ചക്ക ചെറുതായി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു ക്യൂബ്സ് ആയിട്ടാണ് നമ്മൾ പച്ചക്ക അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം പച്ചക്ക വേവുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരയ്ക്കുന്നതിന് ആവശ്യമായിട്ട് 1/2 കപ്പ് തേങ്ങ, 1 നുള്ള് മഞ്ഞൾപ്പൊടി, 3 പച്ചമുളക്, 1 നുള്ള് ചെറിയ ജീരകം, 3 അല്ലി വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചക്ക ഒന്ന് വെന്താന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ പച്ചക്ക നല്ലതുപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി. നല്ലതുപോലെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പച്ചക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുള്ളത് കൊണ്ട് തേങ്ങ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ പച്ചക്ക തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിലും ടേസ്റ്റിയിലും തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു പച്ചക്ക തോരനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തുകൂടി ഒന്ന് നോക്കുക.